എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫൈൻഡിങ് റിസോഴ്സസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസിന്റെ ലഭ്യത എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ ഏത് തരത്തിലുള്ള അറ്റയർ ആണ് നിർമ്മിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ വെയറിൽ, അതായത് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലക്ഷൂറിയസ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഉണ്ട്, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നമുക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ആ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾക്ക് നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ എവിടെ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഫാബ്രിക്സിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. കോട്ടൺ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫാബ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കോട്ടൺ ഫാബ്രിക്സ്, ലിനൻ, വൂൾ, സിൽക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും നാച്ചുറൽ ആയിട്ട് വരുന്ന ഫാബ്രിക്സിന്റെ കളക്ഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഫാബ്രിക്സ് വരുന്നുണ്ട്, പോളിസ്റ്റർ, നൈലോൺ, അതുപോലെ തന്നെ എന്താ പറയാ അക്രിലിക്, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് സിന്തറ്റിക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാബ്രിക്കില് ബോത്ത് നാച്ചുറലും അതുപോലെ തന്നെ സിന്തറ്റിക്കിനും ബ്ലെൻഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ പല സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതായത് ബാംബൂയിൽ നിന്നൊക്കെ പ്രോസസ് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്തെടുത്ത പോളിസ്റ്റർ മെറ്റീരിയൽ, അങ്ങനെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. സോ നമുക്ക് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ വേണം. അതിനുശേഷം വേണം നമ്മുടെ സപ്ലൈസിനെ, അത് നൽകുന്ന സപ്ലൈസിനെ കണ്ടെത്താനായിട്ട്. ഈ സപ്ലൈസിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രേഡ് ഷോകളിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും സപ്ലൈസിന്റെ അവിടെ ഷോകൾ നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈനിൽ മാർക്കറ്റ് പ്ലേസുകളുണ്ട്, ഡയറക്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏത് സപ്ലയറെയാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. പിന്നെ സപ്ലൈസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരു സാധാരണ നമ്മുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റൈൽ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യുന്ന ഒരു സപ്ലയർ ആണോ അതെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ പറയുമ്പോൾ ഈ ഗോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫാബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള സപ്ലൈസ് ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ പലതരത്തിലുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ ബോധഡ് ആവണം. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ക്രേപ്പിന്റെ മെറ്റീരിയൽ എടുക്കുകയാണ്. ആ ക്രേപ്പിന്റെ മെറ്റീരിയലിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പോപ്ലിൻ മെറ്റീരിയൽ, അതിനകത്ത് തന്നെ ഒരുപാട് ഡിഫറെന്റ് ഡെൻസിറ്റി വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് തരുമ്പോൾ ആ ഡെൻസിറ്റി കൂടിയ നല്ല മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അനുസരിച്ച് തന്നെ പ്രൈസ് നമ്മളോട് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കബളിക്കപ്പെടും. അപ്പൊ നമ്മൾ അങ്ങനെ പറ്റിക്കപ്പെടാൻ പാടില്ല. നമ്മൾ നല്ല ബോധോടായിരിക്കണം. ഇത്ര ഡെൻസിറ്റി ഉള്ള വസ്ത്രങ്ങൾക്ക് ഇത്ര പ്രൈസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വസ്ത്രങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നല്ല ഒരു ബോധോടെ നമ്മൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒരുപാട് പൈസ നഷ്ടം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ സപ്ലൈസിനെ കണ്ടെത്തുമ്പോൾ അവർ കുറച്ച് നമ്മൾ സപ്ലൈസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതായിരിക്കണം. കാരണം വെച്ചാൽ ഇച്ചിരി നെഗോഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, നമുക്ക് പ്രൈസ് ഒക്കെ ഒന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സപ്ലൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് തന്നെ മെറ്റീരിയൽസ് എല്ലാം സപ്ലൈ ചെയ്യുന്ന, നമ്മുടെ ഓൺ ടൈമിൽ സപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള സപ്ലൈസിനെ നമുക്ക് കണ്ടെത്തുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വോളിയം പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് തരുന്ന ഡിസ്കൗണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അവയർനെസ് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ പ്രിവിലേജസ് ഒന്നും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഈ വസ്ത്രമേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കും ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഒരു വസ്ത്രം, ഒരു നൂല് പരിശോധിച്ചാൽ തന്നെ, അതിന്റെ ത്രെഡ് പരിശോധിച്ചാൽ തന്നെ ഇത് ഇന്ന ഫാബ്രിക് ആണ്. ഇപ്പോൾ സാധാരണ ലിനനൊക്കെ നമുക്ക് പറ്റിക്കപ്പെടാറുണ്ട്. ഇത് ഒറിജിനൽ ലിനനാണ്, അല്ലെങ്കിൽ ടസറാണ്, ഇത് ഒറിജിനൽ ടസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെറ്റീരിയൽസ് തരാറുണ്ട്. പക്ഷെ ആ ടസർ മെറ്റീരിയൽ ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കില്ല. അപ്പൊ ഈ ബ്ലെൻഡ് ആയിരിക്കും ചിലപ്പോൾ. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഊള് നമ്മൾ കടിച്ചു നോക്കിയാൽ തന്നെ അത് ഒറിജിനൽ ടസറാണ് എന്ന് തോന്നി നമുക്ക് മനസ്സിലാക്കാൻ തരത്തിലുള്ള
അത്രയും തിരിച്ചറിവ് ഈ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല അറിവുള്ള കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ കയ്യിലേക്ക് നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒറിജിനൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ കബളിപ്പിക്കപ്പെടും. മാത്രമല്ല ഇപ്പോൾ ഏതൊരു മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഊളിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ നല്ല കൃത്യമായിട്ടുള്ള സപ്ലൈസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഫൈൻഡിങ് ഔട്ട് ദ സപ്ലൈസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാക്സിമം നമ്മൾ എപ്പോഴും ലോക്കലി ആയിട്ടുള്ള ഒരു സപ്ലൈസിനെ കണ്ടെത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിംഗ് ആണ് ഏറ്റവും മികച്ചത്. കാരണം നമുക്ക് കൂടുതൽ ട്രാവൽ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മെറ്റീരിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.